വെൽക്കം ടു രഞ്ജിസ് ക്യാഷ് ടോക്ക്, എ ടോക്ക് റിലേറ്റ് ടു ക്യാഷ്. ഹാപ്പി സൺഡേ. അപ്പോൾ നമ്മൾ പാരൻസ് വീക്കായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അതിൻ്റെ കുറേ ഇൻഫർമേഷൻസ് ആണ്, പാരൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്സ് ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർ ദ പാരൻസ്, ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക്, ദേ ഹാവ് ടു നോ ദംസെൽഫ്. നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏത് റിസ്ക് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്ന് എല്ലാ പാരൻസും അറിയണം. നോട്ട് ഓൺലി ദ പാരൻസ്, എവ്രി വൺ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഞാൻ ഏത് കാറ്റഗറി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ചെയ്യുന്ന സമയത്ത് ആസ് എ കൺസൾട്ടൻറ്റ് ഞാൻ അവരെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളോട് ഒരാൾ പറയും ഇത് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇത് നിങ്ങൾ ചൂസ് ചെയ്യുമെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഏത് കാറ്റഗറൈസിലാണ് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ബേസ് റിസ്ക് പ്രൊട്ടക്ഷൻ, ഇൻകം പ്രൊട്ടക്ഷനാണ്. നമ്മുടെ പ്രസൻറ്റ് ഇൻകം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആദ്യത്തത്. അതിന് ശേഷമാണ് നമ്മൾ മറ്റ് തലങ്ങളിലേക്ക് മാറേണ്ടത്. എൽ ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ ബ്രെഡ് ഏണർ നിങ്ങൾ മാത്രമാണെങ്കിൽ, നിങ്ങളുടെ ഇൻകമാണ് നിങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും വലിയ ആകെയുള്ള ഒരു വരുമാനമെങ്കിൽ, അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ഇൻകത്തിലാണ് മാത്രമാണെങ്കിൽ നിങ്ങളുടെ യു ഐ എൽ ടൈപ്പ്. കാരണം നിങ്ങളാണ് കൃത്യമായിട്ട്, നിങ്ങളുടെ ലൈഫ് റിസ്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ലൈഫിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുക. കാരണം നിങ്ങളുടെ വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾ എൽ ടൈപ്പ് കാറ്റഗറീസ് ആണ്. യു മസ്റ്റ് ഹാവ് എ പ്രോപ്പർ ലൈഫ് ഇൻഷുറൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുക, അവരുടെ വരുമാനം എങ്ങനെയാണ്, അവരെങ്ങനെ ജീവിക്കുന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ദെൻ ദ ഡബിൾ